എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. ഈ അടുത്ത ദിവസങ്ങളിൽ അതുമായി ഒരു ലേഖനം തരൂർ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. രാഹുലും തരൂരും ആശയപരമായി രണ്ടു ചേരിയിലാണെന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം. എന്നാൽ കഴിഞ്ഞ ദിവസം തൊട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം കോൺഗ്രസിന്റെ മോദി വിരുദ്ധതയോടൊപ്പം നിലകൊള്ളുന്ന ഒരു ശശി തരൂരിനെ നമുക്ക് പാർലമെന്റിനകത്ത് കാണാൻ സാധിച്ചു. ഗാന്ധിജിയുടെ ആത്മാവിനെ കൊല്ലുന്ന തരത്തിലുള്ള പ്രവർത്തനം ഒരു കേന്ദ്രവും ചെയ്യരുത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് തരൂർ തൊഴിലുറപ്പ് പദ്ധതിയെ ഞെക്കിപ്പിഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം രണ്ടു കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. ഒന്ന്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണെങ്കിൽ മറ്റൊന്ന് മോദിയും അമിത്ഷായുമാണ്. നെഹ്റു പാരമ്പര്യത്തെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ചരിത്രത്തെ അട്ടിമറിക്കുകയാണ് BJP. വെറും BJP എന്ന് പറഞ്ഞാൽ പോരാ, RSS അജണ്ട പേറുന്ന BJP. അതുവഴി അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാനാണ്. വരും തലമുറ അങ്ങനെ മാത്രമേ പാടിപ്പഠിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി കച്ചകെട്ടിറങ്ങിയ മോദി ആദ്യം തന്നെ ചെയ്തത് രാഹുൽ ഗാന്ധിയെ വെറും പപ്പുവാക്കി മാറ്റി എന്നുള്ളതാണ്. അടുത്തത് സോണിയാഗാന്ധി. അവരെ കള്ളക്കേസുകളിൽ കുടുക്കി പൂട്ടിയിടുക. പിന്നെ സവർക്കർ വീരചരിത്രവും മറ്റുമൊക്കെയായി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാമല്ലോ. അതിലേക്കുള്ള ചുവടുവയ്പായിട്ടാണ് രാഷ്ട്രപിതാവിനെ തന്നെ വെട്ടിമാറ്റൽ. പ്രതിപക്ഷം നടത്തിയ എല്ലാ പ്രതിഷേധ പ്രകമ്പനങ്ങൾക്കും ഒടുവിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവയ്ക്കുക മാത്രം ചെയ്താൽ മതി, ആ ബില്ല് നിയമമായി മാറും. ഇതോടെ സംഭവിക്കാൻ പോകുന്നത് തൊഴിലുറപ്പിൽ നിന്നും തൊഴിൽ പൗരന്റെ അവകാശം എന്ന ആ ഉറപ്പുണ്ടല്ലോ, അതങ്ങ് വെട്ടിമാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് പറയുന്നത് UPA സർക്കാരിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രത്തിന് ഉപദേശിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജീൻ ഡ്രീസ് ആണ്. ഈ പദ്ധതിയെ കടലാസിൽ മാത്രം ഒതുക്കി ഇല്ലാതാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തത് സോണിയാഗാന്ധിയെ ഉന്നമിട്ട് മോദിയും അമിത്ഷായും നടത്തിയ മറ്റൊരു നീക്കമാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധി ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമായി തയ്യാറാക്കിയ കുറ്റപത്രത്തെ കോടതി നിഷ്കരുണം തള്ളിക്കളയുകയായിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം നിലനിൽക്കില്ല എന്നാണ് ഡൽഹി കോടതി വ്യക്തമാക്കിയത്. ഇതോടെയാണ് കോൺഗ്രസ് മോദിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റ അടിയെന്ന് പറയാനും കാരണമായത്. അതായത് ഒരിടത്ത് നെഹ്റു പാരമ്പര്യത്തെ തകർക്കാൻ സോണിയ, രാഹുൽ, പ്രിയങ്ക എന്നിവരെ BJP ലക്ഷ്യം വെച്ചു. അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA മുന്നണി കൊണ്ടുവന്ന സകലത്തിന്റെയും പേരും ചൂരും ഒക്കെ മാറ്റുക. അതിനുവേണ്ടിയാണ് ചർച്ചകളും വാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി പാതിരാത്രി വരെ റാംജി റാം ബില്ലിനെ ലോക്സഭ കൊണ്ടുപോയത്. ഒടുക്കം അർദ്ധരാത്രിയിലാണ് ഈ ബില്ല് പാസാക്കിയെടുക്കുന്നത്. മോദി ഭരണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രാത്രിയുള്ള ഭരണ പരിഷ്കാരങ്ങൾ. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച് മനുഷ്യരെ മുഴുവൻ നെട്ടോട്ടം ഓടിച്ച നോട്ട് നിരോധനം മോദി നടപ്പിലാക്കിയത് രാത്രിയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതും ഇതുപോലെ പാതിരാത്രിക്ക് തന്നെ. സമാനമായ രീതിയിലാണ് തൊഴിലുറപ്പിനെ കൊല്ലുന്ന ബില്ലും പാസാക്കിയെടുത്തത്. ഈ വിഷയങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കാണുന്നില്ലേ, ഡൽഹിയിൽ ബോൾ കാണാൻ എത്ര ബുദ്ധിമുട്ടാണ്, ലക്നൌവിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ മാച്ച്. അതെ, പൊല്യൂഷനുമുണ്ട്, ഫോഗുമുണ്ട്. അപ്പൊ സ്മോഗ് എന്ന് പറയും, സ്മോക്കും ഫോഗും കൂടി ഒരുമിച്ച് വന്നത്. അപ്പൊ അതെല്ലാം ഉള്ള സ്ഥിതിയിൽ നമുക്ക് കേരളത്തിലോ ദക്ഷിണ ഭാരതത്തിൽ കളിക്കുകയാണെങ്കിൽ, തെക്കൻ ഭാരതത്തിൽ കളിക്കുകയാണെങ്കിൽ അതേക്ക് എളുപ്പം. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് നല്ല സ്റ്റേഡിയം ഉണ്ട്, വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉണ്ട്, വരൂ കളിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സമയത്ത് BCCI പ്രസിഡന്റ് രാജീവ് ശുക്ലയും അദ്ദേഹം പാർലമെന്റ് ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിച്ചു, പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന്. അവർ ചിന്തിക്കട്ടെ. അതെ, പക്ഷേ ഈ സന്ദേശം ഉപരാഷ്ട്രപതി കൊടുത്താൽ നല്ലതാണ്. നമ്മളുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നമ്മളെ ഭിന്നിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സന്ദേശം വേണ്ട, അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞില്ലേ. അത് ശരിയല്ല, അത് എനിക്കല്ല പറയേണ്ടത്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടി ശക്തമായി നിൽക്കേണ്ട ഈ വിഷയം. അത് ഇങ്ങനെയുള്ള ബഹളത്തിൽ ബിൽ പാസ്സാക്കുന്നത് ശരിയല്ല. ചില സീരിയസ് പ്രശ്നങ്ങൾ പ്രതിപക്ഷം എടുക്കുമ്പോഴും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർക്ക് ഇതിനെ ഒരു കമ്മിറ്റിക്ക്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ അയച്ചിട്ട് കുറച്ചും കൂടി ചർച്ച ചെയ്തൂടെ? എന്താ ഇത്ര ധൃതി? ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം, 20 വർഷമായി നടന്ന ഒരു പദ്ധതിയെ അവർ പെട്ടെന്ന് 2 ദിവസത്തിൽ മാറ്റുന്ന പകരം കുറച്ചും കൂടി ചിന്തിച്ചുകൂടെ? ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ബുൾഡോസാണ് സംഭവിച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞു. ഞങ്ങൾ ലോക്സഭയിൽ അവർ ബുൾഡോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രാജ്യസഭയിൽ ഇതുപോലെ സംഭവിക്കാൻ പോകണമെങ്കിൽ ശരിയല്ല. എന്താണ്